ഹലോ നമസ്തേ ബച്ചോ. ഇന്ന് രക്ത ഓർ ശരീർ എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 1-ൽ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ. दीदी बोली, हाँ यह कहना काफ़ी हद तक सही होगी, यूँ तो एनीमिया बहुत से कारणों से हो सकता है. ദീദി പറഞ്ഞു, ഇത് ഒരു പരിധി വരെ ശരിയാകാം. എനീമിയ പല കാരണങ്ങൾ കൊണ്ടും വരാം. किंतु हमारे देश में इसका सबसे बड़ा कारण पौष्टिक आहार की कमी है. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ വലിയൊരു കാരണം പോഷക ആഹാരത്തിൻ്റെ കുറവാണ്. इसके अलावा എന്ന് പറഞ്ഞാൽ ഇതിനു പുറമെ इस रोग का एक और बड़ा कारण है पेट में कीड़ों का हो जाना. ഇതിനു പുറമെ വയറ്റിൽ പേടമേ എന്ന് പറഞ്ഞാൽ വയറ്റിൽ കീടോം എന്ന് പറഞ്ഞാൽ പുഴു, കൃമി, അതുണ്ടെങ്കിലും ഇങ്ങനെ എനീമിയ വരാം. ये कीड़े प्रायः दूषित जल और ഖാദ്യ പദാർത്ഥവും ദ്വാര ഹമാരെ ശരീരമേ പ്രവേശ് കർത്തേ ഹെ. ഈ പുഴുക്കൾ മലിനമായ ജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത്. अतः इनसे बचने के लिए यह आवश्यक है कि हम पूरी सफाई से बनाए गए खाद्य पदार्थ ही ग्रहण करें. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പൂരി സഫായി സെ ബനായെ, നല്ല വൃത്തിയോടെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ഗ്രഹൺ കരേ എന്ന് പറഞ്ഞാൽ കഴിക്കണം. അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഭോജൻ കർണേ സെ പൂർവ് അച്ഛി തരഹ സെ ഹാത്ത് ധോലെ ഓർ സാഫ് പാനി ഹി പിയെ. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ നല്ല വൃത്തിയായിട്ട് കൈ സോപ്പിട്ട് കഴുകിയിട്ട് സാഫ് പാനി ഹി പിയെ, നല്ല വൃത്തിയുള്ള തിളപ്പിച്ച വെള്ളവും കുടിക്കണം. ഓർ ഹാ അനിൽ ഏക് കിസ്മ കി കീടെ ബി ഹേ. പിന്നെ അനിൽ വേറെ ഒരു ടൈപ്പ് പുഴു കൂടി ഉണ്ട്. ജിൻകെ അണ്ടേ ജമീൻ കി ഊപ്പരി സതഹ് പായെ ജാത്തെ ഹെ. അതിൻ്റെ മുട്ടകൾ ഭൂമിയുടെ പ്രതലത്തിൻ്റെ മുകളിൽ തന്നെ കാണപ്പെടും. इन अंडों से उत्पन्न हुए लार्वे त्वचा के रास्ते शरीर में प्रवेश कर आंतों में अपना घर बना लेते हैं. ഈ മുട്ടകൾ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിലൂടെ, ത്വച എന്ന് പറഞ്ഞാൽ സ്കിൻകെ രാസ്തെ, സ്കിന്നിൻ്റെ വഴിയാണ് ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. എന്നിട്ട് ആന്തോമേ അപ്നാ ഘർ ബനാ ലേത്തെ ഹെ. ആന്തോ എന്ന് പറഞ്ഞാൽ കുടലിൽ അവരുടെ വീടുണ്ടാക്കും. അതായത് കുടലിലാണ് അവർ ചെന്ന് കയറി പിടിക്കുന്നത്. इनसे बचने का सहज उपाय है कि शौच के लिए हम शौचालय का ही प्रयोग करें और इधर उधर नंगे पैर न घूमें. ഇൻസെ ബച്നെ കാ സഹജ് ഉപായ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപായമാണ് ശൗച് കെ ലിയെ ഹം ശൗചാലയ കാ ഹി പ്രयोग കരെ. ശൗച് എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനത്തിന് നമ്മൾ ശൗചാലയം, ടോയ്ലറ്റ് തന്നെ ഉപയോഗിക്കണം. ഓർ ഇധർ ഉധർ നംഗെ പേർന ഘൂമേ. ഇധർ ഉധർ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും. നംഗെ പേർ എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാതെ അവിടെയും ഇവിടെയും നടക്കരുത്. ദീദി യേ തോ ബഹുത് ഹി മഹത്വപൂർണ്ണ ബാത് ബതായി അപ്നെ. ചേച്ചി ഒരു മഹത്വപൂർണമായ കാര്യമാണ് ചേച്ചി പറഞ്ഞത്. അനിൽ പറഞ്ഞു, വ പൽ ബർ സോച്ച് മേ ഡൂബാ രഹ. അവൻ ഒരു നിമിഷത്തേക്ക്, പൽ ബർ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തേക്ക്, സോച്ച് മേ ഡൂബാ രഹ എന്ന് പറഞ്ഞാൽ ആലോചനയിൽ മുഴുകി. ഫിർ ബോല, എന്നിട്ട് പറഞ്ഞു, आपने बताया था कि रक्त में सफ़ेद कण और बिंबाणु भी होते हैं, शरीर में उनका क्या काम है? आपने എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട് രക്തത്തിൽ സഫേദ് കൺ ഓർ ബിംബാണു, വൈറ്റ് സെൽസ്, അതായത് പ്ലേറ്റ്ലെറ്റ് കൺ ഉണ്ട്. അതിൻ്റെ ജോലി എന്താണ്? ശരീരമേ ഉൻകാ ക്യാ കാം ഹേ, ശരീരത്തിൽ അതിൻ്റെ ജോലി എന്താണ്? ദീദി ബോലി, സഫേദ് കൺ വാസ്തവമേ ഹമാരെ ശരീർ കെ വീർ സിപ്പാഹി ഹെ. വൈറ്റ് സെൽസ് നമ്മുടെ ശരീരത്തിലെ ഒരു സോൾജറാണ്. വീർ സിപ്പാഹി എന്ന് പറഞ്ഞാൽ സോൾജർ. जब रोगाणु शरीर पर दावा बोलने की कोशिश करते हैं तो सफ़ेद कण उनसे
डटकर मुकाबला करते हैं और जहाँ तक संभव हो पाता है रोगाणुओं को भीतर घर नहीं करने देते. അപ്പോൾ സഫേദ് വൈറ്റ് സെൽസ് രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. മുക്കാബില കർത്തേഹ്, മുക്കാബില പറഞ്ഞാൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഓർ ജഹാം തക് സംഭവ് ഹോ പാത്താ ഹെ രോഗാണുക്കോ ഭീതർ ഘർ നഹി കർണേ ദേത്തെ. അവർ രോഗാണുവിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ നമ്മളെ സംരക്ഷിക്കുന്നു. ബസ് സംക്ഷേപ് മേ യോ മാൻ ലോ കി वे बहुत से रोगों से हमारी रक्षा करते हैं. ഈ വൈറ്റ് സെൽസ് നമ്മളെ അതുകൊണ്ട് തന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നുണ്ട്. और बिंबाणुओं का काम है चोट लगाने पर रक्त जवाम क्रिया में मदद करना. और बिंबाणुओं का പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ജോലിയാണ് ചോട്ട് ലഗ്നെ പർ, മുറിവ് പറ്റിയാൽ രക്തജവാം ക്രിയ, ബ്ലഡ് ക്ലോട്ട് ആവുന്നതിനെ മദത് കർണ, സഹായിക്കുക. രക്ത के तरल भाग प्लाज्मा में एक विशेष किस्म की प्रोटीन होती है. ബ്ലഡിന് 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഈ തരൾ ഭാഗ് പ്ലാസ്മ എന്ന് പറയുന്ന ഭാഗം एक विशेष किस्म की प्रोटीन होती है. അതിലൊരു വിശേഷമായ ഒരു പ്രോട്ടീൻ ഉണ്ട്. जो रक्तवाहिका की कटी फटी दीवार में मकड़ी के जाले के समान एक जाला बुन देती है. അത് ജോ എന്ന് പറഞ്ഞാൽ അത്, രക്തവാഹികാക്കി കട്ടിഫട്ടി, രക്തവാഹിക പറഞ്ഞാൽ രക്തക്കുഴലുകളിലുണ്ടാകുന്ന ചെറിയ ചെറിയ വിടവുകൾ, അങ്ങനെയൊക്കെയുള്ള ആ വിടവുകളെ മക്കടിക്കെ ജാലയ്ക്ക് സമാൻ, മക്കടിക്കെ ജാല എന്ന് പറഞ്ഞാൽ സ്പൈഡറിൻ്റെ വെബിനെ പോലെ, കെ സമാൻ എക് ജാല ബുന്ദേത്തി ഹെ, ഒരു വല ഉണ്ടാക്കുന്നു. അപ്പോൾ പ്ലാസ്മയിൽ രക്തവാഹികളെ സംരക്ഷിക്കാൻ പ്ലാസ്മ ഒരു പ്രത്യേക പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ബിംബാണു ഇസ് ജാലേസെ ചിപക് ജാഗ്തേ ഹെ. അപ്പോൾ എന്ത് ചെയ്യും, ഈ പ്ലേറ്റ്ലെറ്റ്സ് ബിംബാണു ഈ പ്ലാസ്മയിലെ ഈ വെബിൻ്റെ അവിടെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഓർ ഇസ് തര, അങ്ങനെ ദിവാർമേ ആയി ദരാർ, ആ ഒരു ദിവാർ എന്ന് പറഞ്ഞാൽ ചുമര്, ആ പ്ലാസ്മയുടെ ആ ചുമരിന് എന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ, ദരാർ എന്ന് പറഞ്ഞാൽ പൊട്ടൽ, ദരാർ ബർ ജാത്തി ഹേ, പറ്റിയിട്ടുണ്ടെങ്കിൽ ജിസ്സെ രക്ത ബാഹർ നിക്കല ബന്ദ് ഹോ ജാത്താ ഹെ. അങ്ങനെ ജിസ്സെ ബ്ലഡ് പുറത്തേക്ക് വരുന്നത് ഈ പ്രോട്ടീൻ അവിടെ ഒട്ടിപ്പിടിച്ച് അവിടെ ഇങ്ങനെ ബന്ദ് കർ ജാത്തി ഹെ, ബ്ലഡ് പുറത്തേക്ക് വരുന്നത് തടഞ്ഞ് അവിടെ സംരക്ഷിക്കും. അങ്ങനെയും ഈ പ്രോട്ടീൻ ഈ ബിംബാണു എല്ലാം സംരക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിക്കല ബന്ദ് ഹോ ജാത്താ ഹെ. അനിൽ ബോല ദീദി ലേക്കിൻ ഘാവ് ഗഹ്രാ ഹോ തബ് തോ ഗൂൻ ബഹ്താ ഹി ചലാ ജാത്താ ഹെ. അപ്പോൾ അനിൽ പറഞ്ഞു, ദീദി ലേക്കിൻ ഘാവ്, പക്ഷേ മുറിവ് ഗഹര എന്ന് പറഞ്ഞാൽ ആഴത്തിൽ, ഹോ ഗഹര മുറിവ് ആഴത്തിലാണെങ്കിൽ, തബ് തോ കൂൻ ബഹ്താ ഹി ചലാ ജാത്താ ഹെ, അങ്ങനെയാണെങ്കിൽ ബ്ലഡ് പോയിക്കൊണ്ടേ ഇരിക്കൂലേ. ഹാ ऐसे समय में उस व्यक्ति को जल्दी से डॉक्टर के पास ले जाना चाहिए. അങ്ങനെയുള്ള സമയങ്ങളിൽ ആ വ്യക്തിയെ പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. ज़रूरत समझने पर ऐसी स्थिति से निपटने के लिए कुछ टांग भी लगाने पड़ सकते हैं. ज़रूरत समझने पर, ആവശ്യമെങ്കിൽ, ऐसी स्थिति से, ഇങ്ങനെയുള്ള സ്ഥിതികളിൽ, ഇങ്ങനെയുള്ള സ്ഥിതി, നിപ്പട്നെ കേലിയെ, ഇങ്ങനെയുള്ള സ്ഥിതി കൈകാര്യം ചെയ്യണമെങ്കിൽ ടാങ്ക് ബി ലഗാനെ പട് സക്തേ ഹെ. ടാങ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ഇടേണ്ടി വരാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥിതി കൈകാര്യം ചെയ്യാൻ, അതായത് ആഴത്തിലുള്ള മുറിവാണെങ്കിൽ. किंतु डॉक्टर के पास पहुंचने तक के समय में चोट के स्थान पर कसकर एक साफ कपड़ा बांध देना चाहिए. പിന്നെ ഡോക്ടർ കെ പാസ് പഹുഞ്ചിനെ തക്ക്, ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്നത് വരെ എന്ത് ചെയ്യണം, ചോട് കെ സ്ഥാൻ പർ, മുറിവിൻ്റെ സ്ഥലത്ത്
കസ്കർ ഏക് സാഫ് കപ്പട ബാന്ദ് ദേനാ ചാഹിയെ. കസ്കർ എന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ട് വരിഞ്ഞ് കെട്ടുക എന്ന് പറയില്ല, അതിനാണ് കസ്കർ. കസ്കർ ഏക് സാഫ് കപ്പട, വൃത്തിയുള്ള തുണി കൊണ്ട് നല്ലോണം ടൈറ്റായിട്ട് ബാന്ദ് ദേനാ ചാഹിയെ, കെട്ടണം. ദബാവ് പഠനെ സെ രക്ത കാ ബഹന കം ഹോ ജാത്താ ഹെ. ദബാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രസ് ചെയ്ത് കെട്ടുമ്പോൾ രക്ത കാ ബഹന, രക്തത്തിൻ്റെ ഒഴുക്ക്, ബഹന എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ബഹന കം ഹോ ജാത്താ ഹെ, കുറവ് വരും. അപ്പോൾ ബ്ലഡ് വരുന്നത് കുറച്ച് നിൽക്കും. ജോ ഉസ് വ്യക്തി കെ ലിയെ കാഫി ലാഭപ്രദ സിദ്ധ ഹോ സക്താ ഹെ. അത് ജോ എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിക്ക് കാഫി വളരെയധികം ലാഭപ്രദ്, വളരെയധികം നന്നായിരിക്കും അങ്ങനെ കിട്ടുന്നത്. കിന്തു അഗർ ബഹുത് അധിക് രക്ത ബഹ് ജായേ തോ ഉസേ രക്ത ചടാനെ കി ജറൂരത് ഭി പഡ് സക്താ ഹെ. അങ്ങനെ കിന്തു അഗർ, അങ്ങനെ ബഹുത് അധികം രക്തം ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, രക്ത ചടാനെ, ബ്ലഡ് കൊടുക്കേണ്ടി വരും ആ വ്യക്തിക്ക്. ചടാനേക്ക് ജറൂരത് ഭി പഡ് സക്താ ഹെ. ദീദിനെ സംജാത്തെ ഹുയെ കഹ, ദീദി മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. അനിലിനെ കഹ, അപ്പോൾ അനിൽ പറഞ്ഞു, ക്യാ ऐसे समय में किसी भी व्यक्ति का खून काम आ सकता है. ക്യാ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ, ക്യാ ऐसे समय में കിസി ബി വ്യക്തി കാ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഖൂൻ, ബ്ലഡ് കാം ആ സക്താ ഹെ, പ്രയോജനപ്പെടുമോ. ദീദി ബോലി, അനിൽ ഹർ കിസി കാ രക്ത എക്സാ നെഹി ഹോത്ത. അപ്പോൾ ചേച്ചി പറഞ്ഞു, അനിൽ എല്ലാവരുടെയും, ഹർ കിസി കാ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ബ്ലഡ് ഒരേപോലെയല്ല. കുച്ച് വിശേഷ गुणों के आधार पर रक्त को 4 मुख्य वर्गों में बांट दिया गया है. ചില പ്രത്യേക വിശേഷ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലഡിനെ 4 മുഖ്യ വർഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാലോ. പോസിറ്റീവ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകൾ. ज़रूरतमंद व्यक्ति के तरह समूह की जांच करने के बाद उसे उसी रक्त समूह का रक्त चढ़ाया जाता है. ज़रूरतमंद എന്ന് പറഞ്ഞാൽ ആർക്കാണോ ആവശ്യം ആ വ്യക്തിക്ക് രക്തസമൂഹക്ക് ജാഞ്ച്, അദ്ദേഹത്തിൻ്റെ ബ്ലഡിൻ്റെ പരിശോധനയ്ക്ക് ശേഷം ഉസി തര രക്തസമൂഹ, അദ്ദേഹത്തിന് അതേ ബ്ലഡുള്ള ആളുകളുടെ ബ്ലഡ് ചടായ ജാത്താ ഹെ, കൊടുക്കുകയാണ് പതിവ്. लेकिन ज़रूरत के समय यदि उस रक्त समूह का कोई व्यक्ति मिले ही नहीं तो तब अनिल ने पूछा. लेकिन എന്ന് പറഞ്ഞാൽ പക്ഷേ ज़रूरत के समय, ആവശ്യത്തിൻ്റെ സമയത്ത് യദി ഉസ് രക്തസമൂഹ കോയി വ്യക്തി, ആവശ്യ സമയത്ത് അങ്ങനെയുള്ള ഒരേ ബ്ലഡുള്ള ആളെ കിട്ടിയില്ലെങ്കിലോ, മിലേഹി നെഹി തബ്, അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും, അനിൽ ചോദിച്ചു. ऐसी ആപത്ത് സ്ഥിതി കെ ലിയെ ഹി ബ്ലഡ് ബാങ്ക് ബനായെ ഗയേ ഹെ. അങ്ങനെയുള്ള ആപത്ത് സ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രായഃ ഹർ ബഡേ അസ്പതാൽ മേ ഇസ് തരഹ് കെ ബാങ്ക് ഹോത്തെ ഹെ. മിക്കവാറും എല്ലാ ആശുപത്രികളിലും ബ്ലഡ് ബാങ്ക് ഉണ്ടാവും. ജഹാം സഭി പ്രകാർ കെ രക്തസമൂഹോं का രക്ത തയ്യാർ രക്കാ ജാത്താ ഹെ. ജഹാം എന്ന് പറഞ്ഞാൽ അവിടെ സഭി പ്രകാർ, എല്ലാ പ്രകാരത്തിലുമുള്ള ബ്ലഡ് തയ്യാർ രക്കാ ജാത്താ ഹെ, ബ്ലഡ് ഒരുക്കി വെക്കാറുണ്ട്. किंतु इन ब्लड बैंकों में रक्त का भंडार सुरक्षित रहे, इसके लिए यह आवश्यक है कि हम समय समय पर रक्तदान करते रहे. പക്ഷേ ഇങ്ങനെയുള്ള ബ്ലഡ് ബാങ്കിന് രക്തക ഭണ്ഡാർ സുരക്ഷിത് രഹേ, ഇങ്ങനെയുള്ള ബ്ലഡ് ബാങ്ക് സുരക്ഷിതമായിരിക്കാൻ നമ്മൾ ആവശ്യക് ഹേ കി ഹം, സമയ പർ, സമയത്തിന് നമ്മൾ രക്തം ദാനം ചെയ്യണം. ദീദിനെ കഹ, ദീദി പറഞ്ഞു. ക്യാ മേ ബി രക്തദാൻ കർ സക്താ ഹൂँ, അനിലിനെ പൂച്ച. അപ്പോൾ അനിൽ ചോദിച്ചു, എനിക്കും രക്തദാനം ചെയ്യാൻ കഴിയുമോ. നെഹി അബി തും ഛോട്ടെ ഹോ, ഇല്ല നീ ഇപ്പോൾ ചെറുതാണ്. 18 വർഷ സെ അധിക് ഉമ്ര കെ സ്വസ്ഥ വ്യക്തി ഹി രക്തദാൻ കർ സക്തേ ഹെ. 18 വർഷം
18 വയസ്സിന് മുകളിലുള്ള, ഉംർ എന്ന് പറഞ്ഞാൽ വയസ്സ്, മുകളിലുള്ള ഏത് ആരോഗ്യമുള്ള വ്യക്തിക്കും രക്തദാൻ കർ സക്തേ ഹെ, രക്തദാനം ചെയ്യാം. एक समय में उनसे लगभग 300 मिलीमीटर रक्त ही लिया जाता है. ഒരു സമയത്ത് ഒരാളിൽ നിന്ന് ലഗ്ഭഗ് ഏകദേശം 300 മില്ലിലിറ്റർ 300 മില്ലിലിറ്റർ രക്തം എടുക്കാൻ പറ്റും. ലിയ ജാത്താ ഹെ. प्रायः यह समझा जाता है कि रक्तदान करने से कमजोरी हो जाएगी. സാധാരണയായിട്ട് എല്ലാവരും വിചാരിക്കും രക്തദാനം ചെയ്യുന്നത് കൊണ്ട് കംസോരി പറഞ്ഞാൽ വീക്ക്, ടയേർഡ് ആവുമെന്ന്. പക്ഷേ കിന്തു യ വിചാർ ബിൽക്കുൽ നിരാധാർ ഹെ. പക്ഷേ ഈ വിചാരം ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തീർച്ചയായും നിരാധാർ ഹെ, ഒരു കാര്യവുമില്ലാത്തതാണ്. ഹമാര ശരീർ ഇത്നാ രക്തത്തോ കുച്ച് ഹി ദിനോ മേ ബനാ ലേത്താ ഹെ. നമ്മളെ ശരീരം ഇത്രയും രക്തം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കും. വൈസേ ബി ശരീർ മേ ലഗ്ഭഗ് 5 ലിറ്റർ ഗൂൻ ഹോത്താ ഹെ. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ ബ്ലഡ് ഉണ്ടാകും. इसमें से यदि कुछ रक्त किसी ज़रूरतमंद व्यक्ति के लिए जीवनदान बन जाए तो इससे बड़ी बात क्या होगी. इसमें से ഇതിൽ നിന്ന് യദി കുച്ച് രക്ത് കിസി ज़रूरतमंद വ്യക്തി के लिए, ഇതിൽ നിന്ന് കുറച്ച് രക്തം കിസി ज़रूरतमंद ആവശ്യമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ജീവൻദാൻ ബഞ്ചായെ, അവർക്ക് ജീവൻദാനം, അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തോ ഇസ്സെ ബഡി ബാത്ത് ക്യാ ഹോഗി, അപ്പോൾ അതിനെക്കാട്ടും വലിയ കാര്യം വേറെ എന്താണുള്ളത്. ദീദി സംജാത്തെ ഹുയെ ബോലി, ദീദി മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. ഫിർ തോ ബഡാ ഹോനെ പർ മേ നിയമിത് രൂപ് സെ രക്തദാൻ കിയാ കരൂങ്ക, അനിൽ കഹ. അപ്പോൾ അനിൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫിർത്തോ, അങ്ങനെയാണെങ്കിൽ ബഡാ ഹോനെ പർ, വലുതായതിനു ശേഷം ഞാൻ നിയമിത് രൂപ് സെ രക്തദാൻ കിയാ കരൂങ്ക, പതിവായിട്ട് രക്തദാനം ചെയ്യും. ശബാഷ് അനിൽ, ഡോക്ടർ ദീദിനെ അനിൽ കി പീഠ് ഠോക്തേ ഹുയെ കഹ. അപ്പോൾ ഡോക്ടർ ചേച്ചി അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. ശബാഷ് എന്ന് പറഞ്ഞാൽ നന്നായി അനിൽ എങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.